ഇത്രയും സങ്കടത്തിലിരുന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കാൻ എടുത്തിട്ടും ഞാൻ എത്ര പ്രാവശ്യം ഈ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരും പോവുകയാണ്, വിസിറ്റിംഗ് ആയിരുന്നു, അവർക്കും പോകേണ്ട സമയമായി. അങ്ങനെ പിറ്റേ ദിവസം അവരും പോവുകയാണ്. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റൂമിലെത്തിയിട്ട് ഉമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് സിറാജിക്ക വീണ്ടും വന്നു ഉമ്മ അടുക്കലോട്ട് ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇസാപ്പി റെഡിയായിട്ട് വന്ന് ബെല്ലടിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അച്ചൂസും മോനും മാത്രമേ എയർപോർട്ടിൽ പോകുന്നുള്ളൂ. മോനുസിന് സ്കൂളിൽ പോകേണ്ടത് കാരണം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് മോനുസ് സ്കൂളിൽ പോയി. അതുപോലെ സിറാജിക്കായും വന്നിട്ടില്ല, സിറാജിക്കയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം. അത് കാരണം ഞാനും അച്ചൂസും മോനും കൂടെ മാത്രമാണ് പോയത്. എന്നെ തന്നെ കൊണ്ടുപോകാതിരിക്കാൻ കുറേ നോക്കി, സങ്കടപ്പെടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നിർബന്ധിച്ച് കൂടെ പോയി. ഉമ്മ എനിക്കൊന്ന് ഒരാഴ്ച മുന്നേ തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. പിന്നെ എയർപോർട്ടിലെത്തി, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്, മോൾക്കും ഉറക്കമൊന്നും ശരിയായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ബോർഡിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇന്ന് നിൽക്കും മോളുമായിട്ട്. പിന്നെ മക്ഡൊണാൾഡ്സിൽ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് അവസാനം കയറേണ്ട സമയമായപ്പോഴത്തേക്കും യാത്ര പറഞ്ഞ് കയറി. തിരിച്ച് റൂമിലേക്ക് എത്തുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഉമ്മ ഭയങ്കര കരച്ചിൽ, എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. ഇസാപ്പി അകത്ത് കയറിയിട്ടാണ് കരഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫ്ലൈറ്റിനകത്ത് നിന്നിട്ട് ഇക്കാക്കമാരെ മിസ് ചെയ്യുന്നു പറഞ്ഞൊരു വീഡിയോയും കൂടെ അയച്ചു തന്നിട്ടുണ്ട്.